ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാജേ, ഞാൻ ഇന്നാൾ കേട്ടുവേ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി സോംനാഥ് ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ചടങ്ങിലൊക്കെ പങ്കെടുത്തു. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. ആണോ? പിന്നെ കേട്ടത് ശരിയല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മോദിജി ഒരു 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 അമ്പലത്തിൽ പോയി, സോമനാഥ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മതേതരം തകർന്നു. അതന്നെ, സെക്യുലറിസം ഫുള്ളി തകർന്ന് അടിഞ്ഞു. മനസ്സിലായില്ലേ? ഇങ്ങനെയാണല്ലോ നമ്മുടെ പല ആൾക്കാരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. എന്തിനാണ് സോമനാഥ ക്ഷേത്രത്തിൽ പോയത്? അവിടുത്തെ ചടങ്ങിനെ കവർ ചെയ്ത മാധ്യമങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മീഡിയ കവർ ചെയ്തു. നമ്മുടെ ആൾക്കാർ മനോരമയിൽ അങ്ങോട്ട് എവിടെ കാണാൻ ഒരു ന്യൂസ് പോയി. ബാക്കി ആരും കവർ ചെയ്തതായിട്ടൊന്നും കണ്ടില്ല. കവർ ചെയ്തെങ്കിൽ തന്നെ വല്ല അടിയിൽ വല്ല ചെറുതായിട്ടൊക്കെ കവർ ചെയ്ത് പോയി. എന്നാൽ അത് എന്തിനു പോയി, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനോ എന്തായിരുന്നു പറയാനോ ആരും മുതിർന്നില്ല. അതിന് കുറച്ച് നമ്മുടെ ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽസ് അത് പറഞ്ഞു. വളരെ വളരെ സന്തോഷമുണ്ട് അത് കേട്ടതിൽ. ഈ സോമനാഥ ക്ഷേത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറുമായിട്ട്, മനസ്സിലായില്ലേ, ഒരുപാട് ബന്ധമുള്ളൊരു ഒരു 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 ക്ഷേത്രമാണത്. ഇപ്പോൾ വാരണാസി അല്ലെങ്കിൽ കാശി ഒക്കെ പറയുന്ന കണക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് സോമനാഥ ക്ഷേത്രം. അപ്പോൾ ഇത് പറയുമ്പോൾ ഈ ക്ഷേത്രം തകർക്കപ്പെട്ടത് 1026 അല്ലേ, 1026. അവിടുന്ന് 1000 വർഷം കഴിഞ്ഞു എന്ന് വെച്ചാൽ 2026. അതിൻ്റെ ഒരു സെലിബ്രേഷൻ, തകർത്തപ്പെട്ടതന്നെ അല്ല, അതിന് തിരിച്ച് മനസ്സിലായില്ലേ, റിവൈവ് ചെയ്തതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചതും അവിടെ പ്രധാനമന്ത്രി പോയതും. അപ്പോൾ ഈ സോമനാഥ ക്ഷേത്രം ആര് തകർത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഗസനി. മനസ്സിലായില്ലേ? നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അയാൾ 17 പ്രാവശ്യവും അയാൾ വിജയിക്കാൻ നോക്കി. അയാളെ ഇത് പരാജയപ്പെടുത്തി 18ാമത്തെ പ്രാവശ്യം വിജയിച്ചു. വീണ്ടും ഉയർത്തി എഴുന്നേറ്റ് വന്ന ഒരു മനുഷ്യനാണ് മുഹമ്മദ് ഗസ്നി. അപ്പം അയാൾ ഈ ക്ഷേത്രം കൊള്ളയടിച്ചു, മൊത്തത്തിൽ തകർത്തു. അയാൾക്ക് ശേഷം വീണ്ടും അത് പുനർനിർമ്മിക്കപ്പെട്ടു. അതിനുശേഷം നമ്മുടെ പേരെന്തായിരുന്നു, കിൽജി വന്നു, അങ്ങേര് നശിപ്പിച്ചത്. പിന്നെ അവസാനമായിട്ട് ഔറംഗസേബ് വന്ന് അത് നശിപ്പിച്ചൊരു വഴിക്കാക്കി. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് നമ്മുടെ ഈ അവിടെയുള്ള കണ്ടമാന സ്വത്തുക്കൾ അടിച്ചുകൊണ്ട് പോകും മാത്രമല്ല അവർ ചെയ്തത്. നമ്മൾ പഠിക്കുമ്പോൾ എന്താ, അവർ വന്നു ഇവിടുത്തെ സ്വത്തുക്കൾ അടിച്ചുകൊണ്ട് പോയി എന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, ലൂട്ടിങ് ഭാഗം. പക്ഷെ അങ്ങനെയല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹിന്ദുയിസം, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ നമ്മുടെ ഒരു കൾച്ചർ, അതിനെ അടിച്ചമർത്തിയിട്ട് അതിൻ്റെ മേളിലേക്ക് വേറൊരു കൾച്ചർ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ക്ഷേത്രങ്ങളും അവർ പൊളിച്ചിട്ട് അതിൻ്റെ മേളിലാണ് അവർ വേറെ പല ആരാധനകളും അവരുടെ മതത്തിൻ്റെ പള്ളികൾ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനങ്ങളൊക്കെ പണിതിട്ടുള്ളത്. അല്ലെങ്കിൽ അപ്പുറത്ത് വേറെ സ്ഥലം കിട്ടാഞ്ഞിട്ടൊന്നും അല്ല. നമ്മുടെ ഒരു ക്ഷേത്രം പൊളിച്ചിട്ട് അതിൻ്റെ പുറത്താണ് അവർ പണിതുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി അവരുടെ ഒരു സുപ്രമസി കാണിക്കാനും ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പാരമ്പര്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ അവരുടെ ചിന്താഗതികൾ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം അടിച്ചേൽപ്പിക്കാൻ ചെയ്തൊരു പരിപാടിയാണിത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പല നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഇരുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ ജുനാഗഡ് സ്റ്റേറ്റിൽ പെട്ട ഒരു സ്ഥലത്താണ് ഈ സോമനാഥ ക്ഷേത്രം ഇരുന്നത്. അപ്പോൾ ഈ ജുനാഗഡ് സ്റ്റേറ്റ് ആരാ ഭരിച്ചിരുന്നത്? ഒരു നവാബാണ്. മനസ്സിലായോ? നവാബാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ, അപ്പോൾ അയാളാണല്ലോ ഈ ആൾക്കാരെയൊക്കെ പിടിച്ച് ഇന്ത്യയിലേക്ക് ചേർത്ത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം കഴിഞ്ഞപ്പോൾ ആൾക്കാരടുത്ത് ചോദിച്ചു ആർക്കൊക്കെ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽപ്പെട്ട മെജോറിറ്റി ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. ശരി, അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇന്ത്യയിൽ താമസിക്കണമെന്നുണ്ടായിരുന്നു. അവരെ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. പ്ലീസ് ഇവിടെ ഇന്ത്യയിൽ താമസിച്ചോ എന്ന് പറഞ്ഞു. നമ്മൾ മറ്റവരുടെ കണക്ക് ആവശ്യമില്ലാത്ത പരിപാടികളൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ നവാബിന് ആഗ്രഹം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെയെങ്കിലും പാകിസ്ഥാനിൽ പോകണമായിരുന്നു. ഇത് നിൽക്കുന്നത് എവിടെയാണെന്ന് ഓർക്കണം നിങ്ങൾ. ഇപ്പോഴത്തെ ഗുജറാത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ അവിടുത്തെ ആൾക്കാർ കൂടുതൽ ഹിന്ദു പോപ്പുലേഷൻ ആയത് കാരണം അവർക്ക് ഇന്ത്യയോടെ നിൽക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ റഫറൻഡം നടത്തിയപ്പോൾ അവർക്ക് ഇന്ത്യയുടെ നിൽക്കണം. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അവർക്ക് കൊടുത്തൊരു വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൂടെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഈ സോമനാഥ ക്ഷേത്രം നമ്മൾ പുനർനിർമ്മിക്കാം എന്നൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നവാബ് അവിടെ നിന്ന് നാട് വിട്ടുപോയി. നവാബിൻ്റെ 3 ഭാര്യമാരും പട്ടിയും പൂച്ചയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് പുനർനിർമ്മിക്കണമല്ലോ. അപ്പോൾ 1950 56 കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, സർദാർ വല്ലഭായ് പട്ടേൽ മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് മുമ്പോട്ട് പോകണമല്ലോ. മുമ്പോട്ട് പോകാനായിട്ട് ഈ ഒരു പ്രപ്പോസലിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിന് എഗൻസ്റ്റ് ആയിരുന്നു.
അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലം ഇവിടെ പണിത് കഴിഞ്ഞാൽ നമ്മുടെ മതേതരം തകർന്നു പോകും. ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നതാണ് കാണും. അന്നും പുള്ളി പറഞ്ഞത്. പുള്ളി അല്ലാണ്ട് വേറെ പല കാര്യങ്ങളും പലർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോകാനുള്ള സമയം നമുക്കില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ചെയ്തു. പക്ഷേ എന്നിട്ട് പുള്ളി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റ്, പുള്ളിയെ ഇതിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനത്തിന് പുള്ളി പറഞ്ഞു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നാൽ നട്ടുള്ള മനുഷ്യരായിരുന്നു. പുള്ളി പറഞ്ഞു ഇല്ല, ഞാൻ പോകും എന്ന് പറഞ്ഞ് പുള്ളി അവിടെ പോയി അതിൽ പങ്കെടുത്തു. പുള്ളി അതിൻ്റെ ആ പ്രസംഗത്തിൽ പുള്ളി പറയുകയും ചെയ്തു, ഇത് സെക്യുലർ ഇന്ത്യ, നമ്മുടെ പാരമ്പര്യം തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു സിമ്പലാണിത് എന്ന് പുള്ളി പറയുകയും ചെയ്തു. അപ്പം ഇത്രയാണ് അവിടെ നടന്നത്. അപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ്, ഇപ്പം മോദിജി അവിടെ എന്തിനു പോയി? മോദിജി അവിടെ പോയത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് പറയാൻ റീട്രീറ്റ് ചെയ്യാനായിട്ടാണ് ഇന്ത്യയുടെ കൾച്ചർ എവിടെയാണെന്ന് പറയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സോമനാഥ് ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം, വാരണാസി, ഇങ്ങനെയുള്ള കുറേ ക്ഷേത്രങ്ങൾ ഇന്ത്യയുടെ കൾച്ചറായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലായില്ല? അപ്പം നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയതും, അവിടെ നിങ്ങൾ പല പിക്ചറിലും കണ്ടിട്ടുണ്ടാകും പുള്ളി ഷൂലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. പുള്ളി 1 കിലോമീറ്റർ നടന്നു. 1 കിലോമീറ്റർ പുള്ളി നടക്കുകയും പുള്ളിയുടെ കൂടെ തന്നെ നടക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പുള്ളിയുടെ കൂടെ ഇതിലേക്ക് നടന്നത്. മനസ്സിലായില്ലേ? അപ്പം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വ പൊളിറ്റിക്കലായിട്ട് അത് പോട്ടെ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പല ആൾക്കാരും പറയുന്നത് പൊളിറ്റിക്കൽ ഇലക്ഷൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പല പള്ളികളിലും പല ഇതിൽ ഇടയലേഖനം ഇറക്കുന്നുണ്ട്, ഇന്ന ആൾക്ക് വോട്ട് ചെയ്യാവും. അപ്പോൾ മതസ്ഥാപനങ്ങളുടെ കാര്യം അതാണോ? മതസ്ഥാപനങ്ങൾ നോക്കേണ്ടത് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നാണോ? അല്ല. അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിട്. അപ്പോൾ ഈ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കണക്ക് നമ്മുടെ കൾച്ചറിൽ ഉറച്ചു നിന്ന് ഇതാണ് ഇന്ത്യയുടെ പാരമ്പര്യം, ഇതാണ് ഇന്ത്യയുടെ കൾച്ചർ, ഇതിൽ വിട്ടിട്ട് നമുക്കൊരു കളിയില്ല. മനസ്സിലായില്ലേ? ഇതിൽ നിന്നിട്ടുള്ള ഡെവലപ്മെൻറ്റോ എന്ത് കാര്യങ്ങളോ നമുക്ക് ചെയ്യാം. ഇതിൽ നിന്ന് നമ്മൾ ഒരു പൊടിക്ക് പോലും നമ്മൾ പിന്നോട്ട് പോകില്ല എന്ന് വീണ്ടും പുള്ളി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പുള്ളി നടത്തിയ ഒരു യാത്രയായിരുന്നു അത്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ പാരമ്പര്യം ഓർമ്മിപ്പിക്കണ്ടേ? നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതൊക്കെ മറന്നു. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പുള്ളി ചെയ്തതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയാമായിരിക്കും തിരുപ്പുറകുണ്ടം മുരുകക്ഷേത്രം, അവിടെ കാർത്തിക ദീപം തെളിക്കാനായിട്ട് എന്തൊക്കെ അടിയും പിടിയും നിങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ സമയമില്ല, നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അതിലൊരു കാർത്തിക ദീപം തെളിക്കാനായിട്ട് സ്റ്റേറ്റ് വാസ് എഗൻസ്റ്റ് ഇറ്റ്. ഇത് തമിഴ്നാട്ടിലാണ്. ഗവൺമെൻറ് വാസ് എഗൻസ്റ്റ് ഒരു വിളക്ക് തെളിക്കാൻ എഗൻസ്റ്റ് ആയിരുന്നു ഗവൺമെൻറ്. ഇത്ര വർഷങ്ങൾ നൂറ്റാണ്ട് പഴക്കമുള്ള തിരുപ്പുറകണ്ട ക്ഷേത്രത്തിൽ ഒരു വിളക്ക് കത്തിക്കാൻ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് എഗൻസ്റ്റ് ആയിരുന്നു. തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ അവിടെ എന്തോ എന്തോ സാധനങ്ങളുണ്ട് അപ്പുറത്ത്. അതൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നതാണ്. അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവിടെ വേറെ എന്താ പറയുക, അത് വേറെ വിഷയം. പക്ഷെ എന്താ വെച്ചാൽ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളിവിടെ താമസിക്കുന്നത്. സ്റ്റേറ്റ് ഈസ് എഗൻസ്റ്റ് ഇറ്റ്. അല്ലെങ്കിൽ ഹിന്ദുയിസത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു കാര്യം ഇവിടെ ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ഈസ് എഗൻസ്റ്റ് ഇറ്റ്. ഓക്കെ, വേറെ മതസ്ഥർ ഒബ്ജക്റ്റ് ചെയ്താൽ ഓക്കെ, പക്ഷെ അവരെന്തെങ്കിലും പറഞ്ഞാൽ അവർ പിന്നെ മിണ്ടാണ്ടിരുന്നു. പക്ഷേ സ്റ്റേറ്റ് ഈസ് ഗോയിങ് എഗൻസ്റ്റ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകണം. അതാണ് മോദിജി വീണ്ടും ഓർമ്മിപ്പിച്ചത്. പിന്നെ വേറെ കാര്യം കൂടെ പറയട്ടെ നിർത്തുന്നതിന് മുമ്പ്, നമ്മുടെ ഇപ്പോൾ മലപ്പുറത്ത് ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അതിനെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തിനാണ് ഇതിനൊക്കെ കയറി ബാൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് അവിടെ പോയിട്ട് അവിടെ ആ ഭാരതപ്പുഴയിൽ കുളിച്ച് ഒരു നമ്മുടെ പാരമ്പര്യത്തിൽ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നു. ഇതിനെയൊക്കെ പതുക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ പാരമ്പര്യം നിർത്തിയിട്ട്, ഈ പാരമ്പര്യം ഇല്ലാണ്ടാക്കിയിട്ട് വേറൊരു കൾച്ചർ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂല. ഇതിൽ എന്താ പറയുക, കണ്ടമാനം റിവോൾട്ടുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ തടയണം. നമുക്ക് തടയണമെങ്കിൽ നമ്മുടെ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ പാരമ്പര്യത്തിൽ ഊന്നിയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് നമുക്ക് മതി. അതൊരിക്കലും മറക്കരുത്. അപ്പം ഇനി ഇങ്ങനൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അൺടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.